Hi, welcome to our YouTube channel. അപ്പം നമ്മൾ ഇന്ന് ഫ്രാക്ഷൻസിന്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് ഫ്രാക്ഷൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണയായിട്ട് പഠിച്ചിട്ടുണ്ട്, സാധാരണ ഡിവിഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലേ? അതുപോലെ തന്നെ ഇപ്പം നമ്മളോട് പറയാണ് 10 ഡിവൈഡഡ് ബൈ 5 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ് 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 2 എന്നാണ്. ഇത് നമ്മളുടെ സിമ്പിൾ ഡിവിഷൻ ആണ്. അതേസമയം ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കേണ്ടത് ഡിവിഷൻ ഓഫ് ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഡിവിഷൻ ഓഫ് ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ, അതായത് നമ്മൾ ഒരു ഹോൾ നമ്പറിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ കയ്യിൽ 1 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട്. ഓക്കെ, 1നെ നമ്മൾ 1/2 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? സോ വാട്ട് ഈസ് 1 ഡിവൈഡഡ് ബൈ 1/2? അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? 1 ആണ് നമ്മുടെ നമ്പർ, ഇതൊരു ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിവൈഡഡ് ബൈയുടെ ഓപ്പോസിറ്റ് സിമ്പിൾ എടുക്കുന്നത്, അതായത് എന്താണ്? ഇൻറ്റു ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 1/2ന്റെ റെസിപ്രോക്കൽ എഴുതുന്നു. ദാറ്റ് ഈസ് 2/1. 1 into 2 2. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? 2 ആണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 ഡിവൈഡഡ് ബൈ 3/4. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? 12 ഈ ഡിവൈഡഡ് മാറി എന്താവും? ഇൻറ്റു 4/3 എന്ന് വരും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. 12 into 4/3. ഈ 12നെ നമുക്ക് 3 കൊണ്ട് എന്ത് ചെയ്യാം? ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് 3 into 4 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അപ്പൊ ബാലൻസ് വരുന്നത് എന്താണ്? 4 into 4 ആണ്. നമുക്ക് എന്താണ്? 4 into 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 16 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ എന്താണ് അവിടുത്തേത്? 16 ആണ്. അതുപോലെ നമ്മളിപ്പം 8 ഡിവൈഡഡ് ബൈ 7/3 എന്ന് എഴുതുന്നു. ഇവിടെ എങ്ങനെ വരും? 8 into 3/7. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 8 into 3 24 ആണ്, ഡിവൈഡഡ് ബൈ 7 എഴുതാം. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ്? 24/7 ആണ്. ഓക്കെ, ഇനിയിപ്പോ നേരെ തിരിച്ച് 7/3 ഡിവൈഡഡ് ബൈ 2, അതായത് ഹോൾ നമ്പറിനെയാണ് ഒരു ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ തന്നതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിതാ 7/3 ഈ ഡിവൈഡഡ് എന്താകുന്നു? ഇൻറ്റു ആകുന്നു. ഇനി 2 എന്നാണ്, 2ന്റെ റെസിപ്രോക്കൽ എന്താകും? 1/2 ആകുന്നു. സോ 7 into 1 7 ആണ്, 3 into 2 6 ആണ്. ഫൈനൽ ആൻസർ 7/6 ആണ്. ഇനി വേറൊരെണ്ണം നോക്കാം. 4 1/3 ഡിവൈഡഡ് ബൈ 3. ഇതാ നോക്കിക്കേ, 4 1/3 എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പം നമുക്ക് ഇംപ്രോപ്പർ ആക്കാം. 4 into 3 12 ആണ്, 12 plus 1 13. 13/3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അതിന് നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. 13/3 into 3ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/3 ആണ്. ഇവിടെ നമുക്ക് എന്താണ് കട്ട് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. സോ 13 into 1 13 ഡിവൈഡഡ് ബൈ 3 into 3 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. സോ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 13/9 ആണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് a fraction by
another fraction. അതായത് ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷനും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കോ, 1/3 ഡിവൈഡഡ് ബൈ 6/5. ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 1/3 എഴുതി. ഇനി പഴയതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിവൈഡഡ് എന്താകുന്നു? ഇൻറ്റു ആകുന്നു. ഇനിയും ഈ 6/5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5/6 ആണ്. എന്താ നോക്കിക്കേ, 1 into 5 എന്താണ്? 5 ആണ്. താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 5/18. ഇനി എന്താ നോക്കിക്കേ, 2/5 ഡിവൈഡഡ് ബൈ 1/2. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതുന്നത് 2/5 into 1/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2/1 ആണ്. എന്താ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡിവൈഡ് ബൈ 5 into 1 എന്താണ്? 5 ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 4/5 ആണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 2 1/5 ഡിവൈഡഡ് ബൈ 1 1/5. ഇത് രണ്ടും എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ 2 1/5നെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കി, 2 into 5 10, 10 plus 1 11, 11/5 divided by 1 1/5 എന്ന് പറയുമ്പോൾ 1 into 5 5, 5 plus 1 6, 6/5 എന്ന് വരും. ഇനി നമുക്ക് വീണ്ടും എഴുതാം. 11/5 into 6/5ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 5/6 ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5നെ 5നെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി വരുന്നത് എന്താണ്? 11/6 ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 11/6 ആണ്. അപ്പം എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്? അതായത് ഫ്രാക്ഷൻസിനെ നമുക്ക് ഹോൾ നമ്പേഴ്സും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രാക്ഷൻസിനെ നമുക്ക് മറ്റൊരു ഫ്രാക്ഷനും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.